അപ്പോൾ നമ്മളൊരു പടത്തിനെ കണ്ടോ, നമുക്ക് ഷിഫ്റ്റ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് നമ്മളൊരു പുതിയ പടത്തിന് വന്നിരിച്ചു. മറ്റേ ഒരു ജാതി ഒരു ജാതകം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ, നികിത വിമൽ, അതുപോലെ തന്നെ ബാബു ആൻ്റണി എന്നിവർ അഭിനയിച്ച ഒരു ജാതി ഒരു ജാതകം എന്നുള്ള പടമാണ്. ഇവിടെ ഷോ വരുന്നത് വൈകിട്ടുണ്ടോ, നമ്മുടെ ഒരു ഷോ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഷോ നമ്മുടെ വന്നത് 7:50 7:50 ഷോ തുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ 8:15 ഇവിടുത്തെ ഷോകളെല്ലാം ഈ ഒരു സെറ്റപ്പാണ്. നമ്മൾ പറയുന്ന സമയത്തൊന്നും ഇവിടുത്തെ ഷോ ഒരു കാരണവശാലും ഉണ്ടാവില്ല. വന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോ തുടങ്ങുള്ളൂ. അങ്ങനെ പടം കണ്ടു, ഒരു ജാതി ഒരു ജാതകം. പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ജാതി ഒരു ജാതകം, ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് പോണത് പടവും. ഫസ്റ്റ് ഹാഫ് എനിക്ക് പിന്നെയും കുഴപ്പമില്ല, എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയണത്. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയ പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വീണ്ടും അത് ഭയങ്കരമായിട്ട് അലമ്പാക്കി എങ്ങടൊക്കെയോ കൊണ്ടുപോയി കളയണ പോലെ തോന്നി പടം. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് വളരെ ബോറായിട്ട് തോന്നി. ചേട്ടയ്ക്ക് ചില ഭാഗങ്ങളിൽ ചില കോമഡികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ സെക്കൻഡ് ഹാഫ് അലമ്പാക്കി കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ മറ്റേ പടം ഉണ്ടല്ലോ, പ്രാവിൻകൂട് ഷാപ്പ്, അതിനകത്ത് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ബേസിൽ കാണിക്കുന്ന ഒരു തരിക്കട പോലത്തെ ഒരു പ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ പരിപാടി, അതുപോലെയൊക്കെ എന്തോ ആക്കണ പോലെ ഒരു സെറ്റപ്പിലേക്കൊക്കെ പടം കൊണ്ടുപോയി കളയണ പോലെ തോന്നി. ഓവറോൾ സെക്കൻഡ് ഹാഫ് അലമ്പാക്കി കളഞ്ഞു. മൊത്തത്തിൽ ഒരു പടം വലിയ രസമായിട്ട് തോന്നിയില്ല. പിന്നെ നേരെ വീട്ടിലൊന്നും അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കറിയും ബ്രെഡും ആയിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ്. അപ്പോൾ അത് നേരെ കഴിച്ച് നേരെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ആ ഒരു വിഷമം മാറട്ടെ.